വിശദീകരിക്കുന്നു. സൈക്യാട്രിസ്റ്റ് തന്റെ കാർഡ് അച്ഛൻ കൊടുത്തു. സഹായത്തിനായി എപ്പോൾ വേണമെങ്കിലും എന്നെ ബന്ധപ്പെടാമെന്ന് സൈക്യാട്രിസ്റ്റ് അച്ഛൻ ഉറപ്പു നൽകുന്നു. എന്നിരുന്നാലും സോവാന്റെ അമ്മ ഈ സംഭാഷണം കേൾക്കുന്നു. ദേഷ്യവും നിരാശയും കൊണ്ട് അമ്മ കാർഡ് പിടിച്ചുപറിച്ച് സൈക്യാട്രിസ്റ്റിന് തിരികെ നൽകുന്നു. സഹായം നിരസിച്ചു. അതേസമയം പോലീസ് ബലാത്സംഗക്കാരനെ വിജയകരമായി പിടികൂടുകയും വാർത്താമാധ്യമങ്ങളിലേക്ക് വേഗത്തിൽ പടരുകയും ചെയ്യുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടർമാർ ആശുപത്രിയിലേക്ക് തടിച്ചുകൂടുന്നു. സോവാന്റെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ കോലാഹലത്തിൽ നിന്ന് മകളെ രക്ഷിക്കാൻ ദൃഢനിശ്ചയത്തോടെ അച്ഛൻ ആശുപത്രിയിലേക്ക് ഓടുന്നു. സോവാനെ കൂടുതൽ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ദുരന്തത്തെ പത്രങ്ങൾ എങ്ങനെ സെൻസേഷണലൈസ് ചെയ്യുമെന്ന് അച്ഛന് അറിയാം. ആശുപത്രി ജീവനക്കാർ സോവാനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുമ്പോൾ റിപ്പോർട്ടർമാരും പിന്നാലെ വന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്ന് മനസ്സിലാക്കിയ സോവാന്റെ അച്ഛൻ അവളെ തോളിലേറ്റി മുകളിലത്തെ നിലയിലെ ഒരു ഒറ്റപ്പെട്ട മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം സോവാന്റെ ഉള്ളിൽ ഭയവും ഉത്കണ്ഠയും നിറഞ്ഞു. സോവാൻ കണ്ണീരോടെ അച്ഛനെ നോക്കി അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ സൗമ്യമായി സോവാനെ ആശ്വസിപ്പിക്കുകയും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആശ്വസിപ്പിക്കുമ്പോൾ സോവാന്റെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ അതിൽ ഘടിപ്പിച്ചിരുന്ന ബാഗ് പെട്ടെന്ന് പൊട്ടി. അതിലെ സാധനങ്ങൾ കിടക്കയിലേക്ക് ഒഴുകി. അവളുടെ അച്ഛൻ വേഗത്തിൽ ബാഗ് വൃത്തിയാക്കാനും മാറ്റിവെക്കാനും പോകുന്നു. അച്ഛൻ അവളുടെ വസ്ത്രങ്ങൾ തുറക്കാൻ തുടങ്ങുമ്പോൾ സോവാൻ പെട്ടെന്ന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന ഗുരുതരമായ അവസ്ഥ അനുഭവപ്പെടുന്നു. ആക്രമണത്തിന്റെ ഭയാനകമായ ഓർമ്മകൾ അവളുടെ മനസ്സിനെ നിറയ്ക്കുന്നു. സോവാൻ പൂർണ്ണമായും അസ്വസ്ഥനാകുന്നു. ആദ്യം അവളുടെ അച്ഛൻ ആശയക്കുഴപ്പത്തിലാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അച്ഛൻ സങ്കടത്താൽ വിറച്ചുകൊണ്ട് പിന്നോട്ടു പോകുന്നു. ആ രാക്ഷസൻ അവശേഷിപ്പിച്ച മുറിവുകൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര ആഴമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് പിതാവിന്റെ ഹൃദയം കഷണങ്ങളായി തകരുന്നു. വൈകുന്നേരം സോവാന്റെ അച്ഛൻ വീണ്ടും അവളുടെ മുറി സന്ദർശിക്കുമ്പോൾ സോവാൻ അച്ഛനെ കണ്ടയുടനെ ഒരു തുണി കൊണ്ട് സ്വയം മൂടുന്നു. അവളുടെ പ്രതികരണം അച്ഛനെ വഴിതെറ്റിക്കുന്നു. പക്ഷേ അച്ഛൻ അവളോട് അവളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്നും കുറച്ചു ദിവസത്തേക്ക് അവളെ കാണാൻ കഴിയില്ലെന്നും സൗമ്യമായി പറയുന്നു. അവൾക്ക് ഉടൻ തന്നെ ഒരു ചെറിയ സഹോദരൻ ജനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സോവാൻ മൗനം പാലിക്കുന്നു. അച്ഛന്റെ വാക്കുകൾക്ക് മറുപടി നൽകുന്നില്ല. രാവിലെ നടന്ന സംഭവം അവളെയും തന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവളുടെ അച്ഛൻ മനസ്സിലാക്കുന്നു. ആ ചിന്ത അച്ഛന്റെ ഹൃദയത്തെ തകർക്കുന്നു. പക്ഷേ അവൻ തന്റെ വേദന മറയ്ക്കാൻ ശ്രമിക്കുന്നു. സോവാനിനോട് അവൾ തന്നിൽ നിന്ന് മുഖം മറയ്ക്കേണ്ടതില്ലെന്ന് അച്ഛൻ മൃദുവായി പറയുന്നു.